ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസത്തെ പ്ലാനറാണ് കേട്ടോ. ജനുവരി മാസത്തെ പ്ലാനർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേർക്ക് ഈ ഒരു പ്ലാനിങ് ഒക്കെ കാണാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി ഫെബ്രുവരി മാസത്തെ എൻ്റെ പ്ലാനർ കൂടി ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാ എൻ്റെ പ്ലാനർ ഇതാണ്. ഞാൻ ഒരു വർഷത്തേക്കുള്ള പ്ലാനർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ജനുവരി മാസത്തെ പ്ലാനറൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. ഞാൻ എങ്ങനെയാണ് ഈ പ്ലാനർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതാ ഇതുപോലുള്ള ഷീറ്റ് കണ്ടോ, ഇതുപോലുള്ള ഷീറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പേപ്പേഴ്സൊക്കെ ഇതാ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കൂടുതലും പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാൻ വരച്ചുണ്ടാക്കിയിട്ടുള്ള കുറച്ച് പേജസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണെങ്കിലും പിന്നെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടാക്കിയതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ ഇത്തവണത്തെ ഈ ഒരു വർഷത്തേക്കുള്ള പ്ലാനർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പേജായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതാ എൻ്റെ കവർ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി മൈൻഡ് ഹാപ്പി ലൈഫ് കാണാൻ തന്നെ ഒരു ക്യൂട്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഒന്നാമത്തെ പേജിലേക്ക് വരാമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു എനിക്കിഷ്ടമുള്ളൊരു ഫ്രെയിമാണ്, ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു പിക്ചർ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താ പറയുക കാണുമ്പം തന്നെ ഒരു ക്യൂട്ടായിട്ട് തോന്നുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ രസമായിരിക്കും നമ്മൾ പ്ലാനറൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പേജിൽ അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ മൈ ഇയർലി ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഗോൾസ്, ആക്ഷൻ സ്റ്റെപ്സ് ഒക്കെ എഴുതാനായിട്ട് 1, 2, 3, 4, 5 ഗോൾ എഴുതാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇതിൽ. അപ്പം ഈ ഒരു പേജാണ് രണ്ടാമതായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ എഴുതാം, അതിൻ്റെ ഡെഡ് ലൈൻ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ആക്ഷൻ സ്റ്റെപ്സ്, ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് 1, 2, 3 ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. അതും നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പേജാണ് രണ്ടാമതായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഒരു 2022 കലണ്ടറാണ് കൊടുത്തേക്കുന്നത്. അത് ഈ ഒരു എന്താ പറയുക ഇത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വർഷത്തേക്കുള്ള മൊത്തം കാലണ്ടർ ആയിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി അങ്ങനെ ഡിസംബർ വരെയുള്ള ഒരു കാലണ്ടറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വർഷത്തെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. പിന്നെ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇവിടെ ഫെബ്രുവരി മാസത്തിലുള്ള കാലണ്ടറാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേസ്, അല്ലെങ്കിൽ എന്തെങ്കിലും റെൻറ്റ് കൊടുക്കാനുള്ള, ബില്ല് പേ ചെയ്യാനുള്ള ദിവസം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ദിവസം. അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിൽ എന്താ പറയുക നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു മാസം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ദിവസമാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് പ്രിൻ്റ് എടുത്തപ്പോൾ സൺഡേൻ്റെ SUയും പിന്നെ സാറ്റർഡേൻ്റെ ഈ കുറച്ച് പോർഷൻസൊക്കെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ മന്ത്ലി ടാസ്ക് ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടാസ്കിൽ എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ കണ്ട ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഡേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് വിൻഡോ ക്ലീനിങ്, കബോർഡ് ക്ലീനിങ്, ടോയ്സ് കോർണർ, ആ ഒരു പാർക്കുട്ടീൻ്റെ ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ, മിറർ. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ വീടിനെ ഞാൻ ചെറിയ ചെറിയ പോർഷൻ ആക്കി തിരിച്ചേക്കാണ്. എന്നിട്ട് ആ പോർഷൻസ് ഒക്കെ ഏതൊക്കെയാണോ അതൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീടിനെയും നിങ്ങൾ ഓരോ പോർഷൻ ആക്കിയിട്ടൊക്കെ തിരിച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോ ദിവസം എന്തെങ്കിലും ഒരു പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട്, ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ എല്ലാ കോർണറും എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് വേറെ തന്നെ ഒരു ദിവസമായിട്ട് മാറ്റി വെക്കേണ്ടി വരില്ല. ഇങ്ങനെ ഓരോ ദിവസവും കുറച്ചായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ സ്ഥലം ഉണ്ട് കേട്ടോ, സ്പേസ് ഉണ്ട് ഇവിടെ എഴുതാനായിട്ട്. എനിക്ക് ഇത്ര മാത്രമേ എഴുതാനുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ നേരെ കണ്ടോ നമ്മുടെ മാസമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് ഇട്ട് വെക്കാം കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല. ഞാൻ ഓരോ ദിവസവുമാണ് ഞാൻ എന്താ പറയുക പ്ലാൻ ചെയ്യാറ്, ഇന്നത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്കിപ്പം ഏതെങ്കിലും ഡേറ്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇന്ന് ഈ ഒരു ഡേറ്റിൽ ഇതാണ് ക്ലീൻ ചെയ്യേണ്ടത്, വിൻഡോ ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ വീടിനെ എത്ര പോർഷൻസ് ആക്കിയായിട്ടാണോ തിരിച്ചിട്ടുള്ളത്, ഏതൊക്കെ പോർഷനാണോ ഓരോ ദിവസം ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ എഴുതാം. എന്നിട്ട് അതിൻ്റെ നേരെ നമുക്ക് ഓരോ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ഇടാം. അപ്പോൾ ജനുവരി മാസം ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഫെബ്രുവരി മന്തിലും ചെയ്യുകയാണെങ്കിൽ അതിന് നേരെ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു
ഒരു വർഷത്തേക്കുള്ള മന്ത്ലി ടാസ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മന്ത്ലി ക്ലീനിങ് ലിസ്റ്റൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ, ഒരു വർഷത്തേക്കുള്ളത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക മന്ത്ലി ടാസ്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുറേ പേജസ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത പേജിൽ ഹാബിറ്റ്സ് ട്രാക്കർ ആണ് കൊടുത്തേക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ തവണ യൂസ് ചെയ്ത ഹാബിറ്റ്സ് ട്രാക്കർ മാറ്റിയിട്ട് കുറച്ച് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു, അതിൽ എഴുതാനൊക്കെ ആയിട്ട് ആ സ്പേസ് കുറവായിരുന്നു. അപ്പോൾ ഈ മാസം ഇതാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. ഈ ഒരു പേജാണ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തേക്കുന്നത്. ഇതും ഒരു വർഷത്തേക്കുള്ളതായിട്ടോ. നമുക്ക് എല്ലാ മാസവും ഹാബിറ്റ്സ് ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ എഴുതാനായിട്ട് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിതൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എക്സസൈസ് എല്ലാ ദിവസവും ഈ ഒരു ഹാബിറ്റ്സ് ട്രാക്കറിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് എക്സസൈസ്, മെഡിറ്റേഷൻ, വേക്കിംഗ് അപ്പ് 6:30, റീഡ്, ഡയറ്റ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹാബിറ്റ്സ് ട്രാക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹാബിറ്റ്സ് ഒക്കെ ഏതൊക്കെ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഹാബിറ്റ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചേക്കുന്ന എക്സസൈസ്, മെഡിറ്റേഷൻ, വേക്കിംഗ് അപ്പ് അറ്റ് 6:30, റീഡ്, ഡയറ്റ്, സെൽഫ് കെയർ, ഡയറി, ന്യൂസ് റീഡിങ്, പ്രെയർ, നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തരിക, പിന്നെ വാട്ടർ ട്രാക്കിംഗ്, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ എൻ്റെ എന്താ പറയുക ഹോമിയോപ്പതിയിലുള്ള മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുക, പിന്നെ എൻ്റെ ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ കെയർ ചെയ്യുക, പിന്നെ പാറൂസിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പിന്നെ എൻ്റെ ഫോണിലെ എന്താ പറയുക ഫോട്ടോസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട്, അതായത് ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ കൃത്യമായിട്ട് ഒരു ഫോൾഡറിലേക്കൊക്കെ എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ളത്. അതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ കണ്ടോ 1, 2, 3 എന്നൊക്കെ എഴുതിയത് കണ്ടോ, അതൊക്കെ ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഫെബ്രുവരി മന്ത് ആണെങ്കിൽ എക്സസൈസ് ഒന്നാമത്തെ എന്താ പറയുക ഫസ്റ്റ് ഡേയിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് നേരെ ടിക്കിടുക, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ടിക്കിടുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതിനനുസരിച്ച് ടിക്കിടുക, ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ക്രോസ് ചെയ്തിടാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ചെയ്യാൻ വിട്ടുപോയി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ ഹാബിറ്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹാബിറ്റ്സ് ട്രാക്കർ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു പേജിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീക്കിലി ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വീക്കിലി ടു ഡു ലിസ്റ്റിന് ഞാൻ ഇത്രയും നാളും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മാസം തൊട്ടാണ് ഞാൻ വീക്കിലി ടു ഡു ലിസ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളെ ചിലപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാനിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് എഴുതി വെക്കുക. എന്നാൽ ഇങ്ങനെ ഒരു വീക്കിലി ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം മൺഡേത്തേക്കുള്ള ടു ഡു ലിസ്റ്റാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എനിക്ക് മൺഡേ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കൃത്യമായിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കിയിട്ട് എനിക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോ ദിവസത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്ക് എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീക്കിലി ടു ഡു ലിസ്റ്റ് എഴുതിയേക്കുന്നത്. അപ്പോൾ മൺഡേ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ട്യൂസ്ഡേ ആണെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ, അങ്ങനെ ഓരോ ദിവസവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും കൊടുക്കുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ടും ഈസിയാണ്. നമുക്ക് ഇതൊന്ന് ഈ മൺഡേയിലുള്ള ടു ഡു ലിസ്റ്റാണ് എഴുതുന്നതെങ്കിൽ മൺഡേക്ക് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് അതിലേക്ക് ടു ഡു ലിസ്റ്റിലേക്ക് എഴുതി വെക്കാം. അപ്പോൾ ഈസിയാണ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീക്കിലി ടു ഡു ലിസ്റ്റ് മസ്റ്റാണ് കേട്ടോ, മസ്റ്റാണ്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു വീക്കിലി ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തേക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഓവറായിട്ട് ഒരു ദിവസം തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ വീക്കിലി ടു ഡു ലിസ്റ്റ് മസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ മീൽ പ്ലാനർ ആണ്. എൻ്റെ പ്ലാനറിൽ 2 മീൽ പ്ലാനർ ഉണ്ടാവും. ഒന്ന് പാറുവിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് എന്താ പറയുക എനിക്കും ഏട്ടനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പാറുക്കുട്ടി വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇവിടെ PM സ്നാക്കൊക്കെ AM സ്നാക്ക് PM സ്നാക്കൊക്കെ കാണുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു മീൽ പ്ലാനർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്, നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇൻഗ്രീഡിയൻ്റ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓർത്ത് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈസി ആയിരിക്കും, നമ്മളൊന്നും സ്കിപ്പ് ചെയ്യില്ല വാങ്ങിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കുറേ സമയം ചിലവഴിക്കേണ്ടി വരില്ല, ഇന്ന് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് കുറേ സമയം ചിലവഴിക്കേണ്ടി വരില്ല ഇങ്ങനെ ഒരു മീൽ പ്ലാനർ ഉണ്ടെങ്കിൽ. അത് നമ്മൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു മെനു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മെനു പ്ലാനാണ് എഴുതി വെക്കാറുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആണ്, നമുക്ക് പ്രീപ്രപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം ഈ ഒരു മെനു പ്ലാനാണ്, പിന്നെ 2 മെനു പ്ലാനാണ് ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത് എൻ്റെ പ്ലാനറിലുള്ളത്. പിന്നെ എൻ്റെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്യേണ്ടതും പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഒരു ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ 2 ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ദിവസം പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പേജൊക്കെ. പിന്നെ അടുത്തയിലേക്ക് വരികയാണെങ്കിൽ പീരിയഡ് ട്രാക്കറാണ് കേട്ടോ. ലേഡീസിനൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പീരിയഡ് ട്രാക്കർ. കാരണം നമ്മളെ പീരിയഡൊക്കെ റെഗുലർ ആണെന്ന് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ ലെങ്ത് ഒക്കെ മനസ്സിലാക്കാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു പീരിയഡ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു പീരിയഡ് ട്രാക്കർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു പീരിയഡ് ട്രാക്കറാണ് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ 1 വർഷത്തേക്കുള്ളത് ആയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് ഏത് ദിവസമാണോ പീരിയഡ്സ് വരുന്നത് അതനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു സൈക്കിളിൻ്റെ ലെങ്ത് ഒക്കെ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത പീരീഡ് വരിക എന്നൊക്കെ ഉള്ളത് അറിയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ദിവസം തന്നെയാണോ പീരീഡ്സ് ആയെന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾക്ക് ഇതെന്താ പറയുക സൈക്കിൾ ലെങ്ത് ഒക്കെ എഴുതി വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പീരിയഡ് ട്രാക്കറും മസ്റ്റാണ് ലേഡീസിനൊക്കെ. അപ്പോൾ അടുത്തത് സെൽഫ് കെയർ ആണ് വരുന്നത്. അപ്പോൾ സെൽഫ് കെയർ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് നെയിൽ കെയർ ചെയ്യാനുണ്ട്. ഫേസ് പാക്ക്, പിന്നെ ഹെയർ പാക്ക്, പെഡിക്യൂർ, പിന്നെ ഹോട്ട് ഓയിൽ മസാജിങ്, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സെൽഫ് കെയറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെയിൽ കെയർ എന്ന് പറയുമ്പോൾ എല്ലാ സൺഡേസിലുമാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഫേസ് പാക്ക് ആണെങ്കിലും മൺഡേയും പിന്നെ തേഴ്സ്ഡേ ആണ് കേട്ടോ. അതിതാ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ മുകളിൽ ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൽഫ് കെയർ ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ഹെയർ പാക്ക് ഞാനിപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം കൂടുതൽ ഹെയർ പാക്ക് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. എന്നാലും സാറ്റർഡേ ആണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏത് ദിവസം എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ വീക്കിലി 2 ദിവസമാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഒരു ദിവസമാണ് നെയിൽ കെയർ. പിന്നെ ഹെയർ പാക്ക് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ പെഡിക്യൂർ ആണെങ്കിലും വെനസ്ഡേ ആണ്, എല്ലാ ആഴ്ചയിലും വെനസ്ഡേ ആണ് ചെയ്യാറ്. പിന്നെ ഹോട്ട് ഓയിൽ മസാജിങ് അത് ചൊവ്വാഴ്ചയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള പേജിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ നമുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ബിസി ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുറച്ച് സമയം നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് വളരെ റിലാക്സിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ വെയിറ്റ് ട്രാക്കിംഗ് ആണ്. അത് എൻ്റെയും പാറുവിൻ്റെ ഒക്കെ വെയിറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീക്കിലി വൺസ് ഒക്കെയാണ് വെയിറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദിവസം മാത്രം ഉണ്ടാകും നമ്മൾ കോൺഷ്യസ് ആയി കുറച്ച് വെയിറ്റ് കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഡയറ്റൊക്കെ നോക്കി എക്സസൈസൊക്കെ ചെയ്ത് ആ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഉണ്ടാവും എല്ലാ ദിവസവും എക്സസൈസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒന്ന് എന്താ പറയുക എൻ്റെ വെയിറ്റൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റ് ട്രാക്കർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ജനുവരി, ഫെബ്രുവരി 6 മാസത്തേക്കുള്ളതാണ്. ആ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ അന്നന്ന് ആ ഒരു ദിവസത്തെ വെയിറ്റ് അങ്ങ് എഴുതി വെക്കുകയാണെങ്കിൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വെയിറ്റ് അറിയുകയും ചെയ്യുക, കൂടാണോ കുറയാണോ എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. അടുത്തത് എക്സ്പെൻസ് ട്രാക്കറാണ്. അതായത് നമ്മളെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് കാറ്റഗറി ആണ്, എമൗണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ അനാവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെൻസ് ട്രാക്കറിലോ. അത് ഡേറ്റ് എഴുതുക, എന്നിട്ട് നമ്മൾ എന്തിനാണ് പൈസ ചിലവാക്കിയെന്ന് വെച്ചാൽ അത് എഴുതുക, എന്നിട്ട് അതേത് കാറ്റഗറി ആണോ അത് എഴുതുക, പിന്നെ എത്ര പൈസയാണ് എന്ന് വെച്ചാൽ എഴുതുക. അപ്പം മന്ത്ലി നമുക്ക് എഴുതുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്താ പറയുക ഈ ഒരു മാസം എത്ര ചിലവാക്കി എന്നുള്ളതൊക്കെ. പിന്നെ അടുത്ത ടു ഡു ലിസ്റ്റ് ആണ്. ഇതിൽ ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല, ഇതിലല്ല എഴുതാറ്, ഞാൻ വേറൊരു നോട്ട് പാഡ് തന്നെയാണ് എഴുതാറുള്ളത്. അപ്പോൾ ഏതായാലും ഞാനൊരു ടു ഡു ലിസ്റ്റ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പ്ലാനറിൽ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്ലാനർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ദിവസം തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല.
നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡീസായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാനർ എല്ലാവർക്കും ഉണ്ടാവുന്നത് മസ്റ്റാണ്, നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു ഫെബ്രുവരി മാസത്തെ പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം.